ഓക്കെ. അപ്പോൾ ഇവിടെ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ ഓക്സിജൻ്റെ കൂടെ ന്യൂട്രിയൻസ് എൻ്റർ ചെയ്യുന്നുണ്ട് അല്ലേ? ന്യൂട്രിയൻസും ഓക്സിജനും നമ്മുടെ സെല്ലിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നമുക്കൊരു എനർജി, അതായത് എനർജി ഉണ്ടാക്കണം. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി അവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിനെ നമ്മുടെ ബോഡിയിൽ ആവശ്യമുണ്ട്, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഓക്സിജനും അവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഇവിടെ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുക. ഇവിടെ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ഓക്സിജൻ ഇവിടെ എൻ്റർ ചെയ്തു. ഇനി ഇവിടെ വെച്ചിട്ട് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കവിടെ എനർജി മോളിക്യൂൾസുകൾ ഉണ്ടാവുന്നു. അതാണ് നമ്മുടെ ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്കെ. അങ്ങനെ സെല്ലുലാർ റെസ്പിറേഷൻ നടന്ന് ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്കവിടെ ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് പുറത്തോട്ടേക്ക് പോകുന്നതും ഇതേ ആൽവിയോളക്കകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യാത്ര എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സെല്ലിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സെല്ലിൽ നമുക്ക് ആവശ്യമില്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് പുറത്താക്കണം, വേണ്ടേ? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിലേക്ക്, സെല്ലിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഈ ബ്ലഡിലേക്ക് 7% ഓളം എന്ത് ചെയ്യാണ്, ബ്ലഡ് നമ്മുടെ പ്ലാസ്മയിലേക്ക്, വാട്ടറിലേക്ക് ഡിസോൾവ് ആവുകയാണ്. പ്ലാസ്മയിലെ വാട്ടറിലേക്ക് ഡിസോൾവ് ആവുന്നു. ബാക്കി 23% ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ബാക്കിയുള്ള 70% വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബൈകാർബണേറ്റുമായിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ സെല്ലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു, നേരെ ബ്ലഡിലെ പ്ലാസ്മയിലെ വാട്ടറിലേക്ക് 7% അലിഞ്ഞു ചേരുന്നു. ബാക്കി 23 ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ബാക്കി വരുന്ന 70% ബൈകാർബണേറ്റായിട്ട് മാറുന്നു. ഇതാണ് നേരെ പോകുന്നത് നമ്മുടെ ആൽവിയോളയിലേക്കാണ്. അപ്പോൾ ഈ ആൽവിയോളയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആൽവിയോളയ്ക്ക് ചുറ്റും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആൽവിയോളയ്ക്ക് ചുറ്റും എന്തുണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അവിടത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പം കൂടുതലായിരിക്കും അല്ലേ? മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് നിൽക്കുകയാണ്. നേരെ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ആൽവിയോളയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ പുറത്തേക്ക് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുമ്പോൾ നമ്മൾ സെല്ലിൽ ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അതായത് ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണാറുള്ള ഇത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ വഴി തന്നെയാണിത്. ഓക്സിജൻ ആൽവിയോളയിലെത്തുന്നു, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നു, ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു, സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇനി ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ആകെ മാറുന്നത്. ഈ ഗ്ലൂക്കോസും കാർബൺ ഡൈ ഓക്സൈഡും നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് തിരിച്ച് നമ്മളിപ്പോൾ ആൽവിയോളയിലൂടെ പുറത്തോട്ടേക്ക് വിട്ടത് അല്ലേ? അപ്പോൾ ഇവിടെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സെല്ലുലാർ റെസ്പിറേഷൻ? സിമ്പിളാണ്. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ കോശശ്വസനം എന്ന് പറയും. 2 സ്റ്റെപ്പായിട്ടാണ് സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുക. സെക്കൻഡ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുക. ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. ഈ സെല്ലുലാർ റെസ്പിറേഷനിലെ ഗ്ലൈക്കോലിസിസ് സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ ആവശ്യമില്ല. അതേപോലെ തന്നെ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ഇതിൻ്റെ ഫലമായിട്ട് 2 ATP മോളിക്യൂൾസ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്രെബ്സ് സൈക്കിൾ. അതെന്താ സംഭവിക്കുന്നത്? ടേക്ക് പ്ലേസ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. ഓക്സിജൻ ആവശ്യമുണ്ട്. പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറാക്കി മാറ്റുന്നു. ഇതിൽ 28 ATP മോളിക്യൂൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി സിമ്പിൾ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലൈഡ് മതിയാകും. അതായത് നമുക്ക് സെല്ലുലാർ റെസ്പിറേഷൻ വഴി കിട്ടുന്ന ഗ്ലൂക്കോസ് ഫസ്റ്റ് എന്തായിട്ട് മാറുകയാണ്? പൈറുവിക് ആസിഡായിട്ട് മാറുകയാണ്. ഓക്കെ. ഈ പൈറുവിക് ആസിഡ് നമുക്കറിയാം, പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്പാണ് ഗ്ലൈക്കോലിസിസ്. ഓക്കെ. ഈ ഗ്ലൈക്കോലിസിസ് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിന് ഓക്സിജൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് 2 ATP എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ പൈറുവിക് ആസിഡ് അഗെയിൻ വീണ്ടും നമ്മൾ പൊട്ടിക്കുകയാണ് അല്ലേ?
വീണ്ടും പൊട്ടിച്ചിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് ഉണ്ടാവുന്നത്. ക്രബ് സൈക്കിൾ എന്നാണ് ഈ ഒരു പ്രോസസ്സിന് പറയുക. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. 28 ATP ആണ് ഇവിടെ ഇതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 30 ATP ആണ് അല്ലേ. 28 ATP പ്ലസ് 2 ATP. അപ്പോൾ ഈ രണ്ട് സെല്ലുലാർ റെസ്പിറേഷനിലൂടെ നമുക്ക് കിട്ടുന്ന എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം 30 ATP ആണ് നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ.